ഹായ് മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു വ്ളോഗ് ആയാലോ. ഇത് ഞാൻ കഴിഞ്ഞ സാറ്റർഡേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു സാറ്റർഡേ വ്ളോഗ് എന്നൊക്കെ പറയാമല്ലേ. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങളിതാ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി എവിടേക്ക് പോകണമെന്ന് വെച്ചാൽ മോളുടെ സ്കൂളിലേക്കാണ് കേട്ടോ. മോളുടെ ഗ്രാജുവേഷൻ ഡേ ആയിരുന്നു സാറ്റർഡേ. അപ്പോൾ മോൾ UKG ആണല്ലോ. അപ്പോൾ ഒരു 9:30 തുടങ്ങിയായിരുന്നു പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കുട്ടികളൊക്കെ ഒരു 8:15 ആകുമ്പോഴേക്കും കൊണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മോളെ 8:15 ആയപ്പോൾ കൊണ്ടാക്കി. അവിടെ ഹസ്ബൻഡിൻ്റെ തിരിച്ചു വന്നിട്ടാണ് പിന്നെ നമ്മളെല്ലാവരും കൂടി വീണ്ടും സ്കൂളിലേക്ക് പോയത്. അപ്പോൾ അവിടെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് പിന്നെ മോളെയായിട്ട് നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോകാൻ പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഇറങ്ങിയത്. എന്തായാലും പോവാണല്ലോ. അപ്പോൾ പിന്നെ ചെറിയൊരു ഷോപ്പിങ്ങൊക്കെ ഉണ്ടായി. അത് കഴിഞ്ഞ് ലഞ്ചൊക്കെ പുറത്തുനിന്ന് തന്നെ ആവാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ലഞ്ചൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകിട്ടാണ് നമ്മൾ തിരിച്ച് വീട്ടിൽ പോയത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് എന്തായാലും ആ ഒരു പ്രോഗ്രാമിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. You are truly wonderful. Lawrence Kindergarten has been a fantastic place for us to learn and grow. Thank you, dear our principal, for supporting and guiding us with your warm presence. We also thank my parents a little bit stronger, my parents a little bit longer, my teachers a little bit prouder, my partners a little bit louder. Look and learn, the friends like rain, these memories will never fade. I'm proud of me and all I can be. Watch me through the street, I'm on my feet. I'm kind and smarter than Africa, your work is always colorful, just like your bright personality. Keep up the wonderful creativity and attention to detail as you continue your learning journey. Congratulations. ഗ്രാജുവേഷൻ ശേഷം ഒരു ഫോട്ടോ സെഷനൊക്കെ ഉണ്ടായിരുന്നു. അതായത് നമുക്ക് പാരൻസിന് കുട്ടികളെ കൊണ്ടുപോയി ഫോട്ടോ എടുക്കാം. അപ്പോൾ ഞങ്ങൾ ടീച്ചേഴ്സിൻ്റെ കൂടെയും ഫ്രണ്ട്സിൻ്റെ കൂടെയും നമ്മുടെ കൂടെയൊക്കെ നിർത്തി ഫോട്ടോ എടുത്തിട്ടോ. പിന്നെ വീണ്ടും അവരെ അവിടെ തന്നെ കൊണ്ടുവിടണം. ടീച്ചറിൻ്റെ അടുത്ത് ക്ലാസ്സിൽ കൊണ്ടുപോയിട്ട് അവരുടെ കോട്ടും ക്യാപ്പൊക്കെ തിരിച്ചു കൊടുക്കണം. അത് മാത്രം കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാരൻസിന് റിഫ്രഷ്മെൻ്റ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായി. ഞങ്ങൾ അവിടെ പോയി കഴിച്ചു. അത് പൊട്ടറ്റോ ചിപ്സും എന്താ പറയുക റസ്ക് പിന്നെ ചായ കോഫി ഇതൊക്കെയായിരുന്നു. ഞങ്ങൾ കഴിച്ച് വന്ന് മോളോട് ചോദിച്ചപ്പോഴാണ് മോളൊന്നും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കേട്ടോ. മോളത്ത് വരെ ഒന്നും കഴിച്ചിട്ടില്ല. ടീച്ചർ പിന്നെ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനവിടെ ഇഡ്ഡലിയും ചമ്മന്തിയും ബ്രെഡും ഈ ചോക്ലേറ്റ് സ്പ്രെഡൊക്കെ ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒന്നും തൊട്ട് നോക്കിയിട്ടില്ല. പിന്നെ ബാഗ് അഞ്ച് ഇവിടെ ഇല്ല. ബാഗ് അവളുടെ ക്ലാസ്സിലാണ്. അവളുടെ ക്ലാസ് അഞ്ചുണ്ടെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ, ഈ പ്രോഗ്രാം നടക്കുന്നത് 4th ഫ്ലോറിൽ. അപ്പോൾ അത് കാരണം ഹസ്ബൻഡ് നേരെ കൊണ്ടുപോയി ആ പൊട്ടറ്റോ ചിപ്സ് കൊടുത്തുട്ടോ. പക്ഷെ അത് കഴിച്ചതിൻ്റെ ആൾക്കാർക്ക് ഗ്യാസ് കയറി ഛർദിയും ഇതൊക്കെയായിരുന്നു. രാത്രി നമ്മൾ വൈകിട്ട് വീട്ടിലെത്തിയപ്പോഴേക്കും പനിയായി. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇതാ അവളുടെ ക്ലാസ്സിലേക്ക് പോകണം കേട്ടോ, ബാഗൊക്കെ എടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ എൻ്റെ ആനുവൽ ഡേയുടെ ഡാൻസിൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു. മോൻ കാണിച്ചു തരാം അതവിടെ ഉണ്ടെന്ന്. ക്ലാസ്സിൽ പോയി ഇതാ കോട്ടും ഇതൊക്കെ കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് പിന്നെ മൊമെൻറ്റോം ഇതൊക്കെ കിട്ടി. സർട്ടിഫിക്കറ്റ് ക്ലാസ് കഴിയുന്ന സമയത്ത് തരുള്ളൂ എന്ന് പറഞ്ഞു. ആ ഒരു റിബൺ ഇല്ല, അതൊക്കെ കൊണ്ടുവരാം നമുക്ക്. പിന്നെ അവിടെ നിന്ന് തിരിച്ചു നമ്മൾ പോകാനായിട്ട് നിൽക്കണം കേട്ടോ. അപ്പോഴേക്കും അവളുടെ ഡ്രൈവർ അങ്ങളുണ്ട്. അവൾ ഓടി വന്ന് ഭയങ്കര സ്നേഹം കേട്ടോ, നല്ല സ്വഭാവമുള്ള ആളാണ്. അപ്പോൾ ഓടി വന്ന് അവളോട് വിശേഷമൊക്കെ ചോദിക്കണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റുഡിയോയിലേക്കാണ് കേട്ടോ പോയേ. അപ്പോൾ ഞാൻ എന്തെങ്കിലും ടോപ്പ് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോയത് HSRൽ തന്നെ സ്റ്റുഡിയോയിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കോരമംഗലിൽ പോയിട്ട് ലഞ്ചൊക്കെ കഴിക്കാം. എന്നിട്ട് പിന്നെ ഹസ്ബൻഡിന് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായി. അത് അവിടെ തന്നെ കോരമംഗലിൽ നമ്മൾ സ്ഥിരം അനുഗ്രഹയിൽ പോയി വാങ്ങിക്കാമെന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ എന്താ തപ്പിക്കൊണ്ടിരിക്കുക, വെറുതെ ഇങ്ങനെ തപ്പിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. കുറേ ഡ്രസ്സ് ഇങ്ങനെ എടുത്ത് കൈ പിടിക്കും, ലാസ്റ്റ് ഒരെണ്ണം എടുക്കും. അതന്നെ ഉണ്ടായുള്ളൂ പ്രാവശ്യം. അങ്ങനെ ഒരെണ്ണം എടുത്ത് പോന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് അതിൻ്റെ പുറത്ത് ഒരു ഇങ്ങനെ സാധാ ഒരാളിങ്ങനെ ഇതൊക്കെ വിൽക്കില്ലേ, ബലൂൺ അതൊക്കെ വിൽക്കണ പോലെ അങ്ങനെ നിൽക്കണ്ടായിരുന്നു. അപ്പോൾ അതിലുണ്ടല്ലോ പണ്ടത്തെ നമ്മളുടെ ഈ നാട്ടിലൊക്കെ പൂരപ്പറമ്പിൽ ഉത്സവപ്പറമ്പൊക്കെ ഉണ്ടല്ലോ, അതിലൊരു പമ്പരം എന്നിട്ടൊരു സംഭവം ഉണ്ടാവില്ലേ, അതിൻ്റെ ഏകദേശം രൂപത്തിലുള്ള സംഭവം കണ്ടിട്ടോ. എനിക്കത് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത് ഹസ്ബൻഡ് പോയി വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. ചുമ്മാ അത് വീട്ടിലിങ്ങനെ ഭംഗിക്ക് വേണ്ടി വയ്ക്കാൻ വേണ്ടിയല്ല, എനിക്ക് കൊണ്ട് നടക്കാൻ വേണ്ടിയല്ല. അപ്പം ഞാനത് കൊണ്ടുവരുന്നത് മക്കൾക്ക് പിന്നെ അത് വേണം. 2 അത് കിട്ടാൻ വേണ്ടിയുള്ളതായിരുന്നു. വീട്ടിൽ വന്നപ്പോഴേക്കും അതിൻ്റെ പരിപ്പിളക്കി. എന്നിട്ട് ഞാനത് ഫിക്സ് ചെയ്യാതെ, പക്ഷെ അത് മോൻ പൊട്ടിച്ചു. പിന്നെ മോളോ ആരോ. അത് കഴിഞ്ഞ് നമ്മളിത് കഴിക്കാൻ വേണ്ടി പോകാൻ കേട്ടോ. അഞ്ചപ്പാറിലാണ് പോയത്. അഞ്ചപ്പാറിൽ പോയി അവിടെ അന്ന് ഉണ്ടാവോ തിരക്കൊന്നും അധികം ഉണ്ടായില്ല. അത് തിരക്കില്ല എന്നല്ല, നമ്മൾ ചെന്നപ്പോൾ നേരത്തെ ആയിരുന്നു. 1 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ എത്തി. അത് കാരണം ഇത് അധികം
വലിയ നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് വേഗം ടേബിളൊക്കെ കിട്ടി. അങ്ങനെ ഞങ്ങൾ ഓരോന്ന് സ്റ്റാർട്ടേഴ്സും അതുപോലെ തന്നെ സൂപ്പൊക്കെ ആയിട്ട് ഓരോന്നോരോന്ന് ഓർഡർ ചെയ്യുക. ഇത് നത്തോലിയാണ് കേട്ടോ, നത്തോലി അല്ലേ, അത് നത്തോലി, അത് ഫ്രൈ ആണ് കേട്ടോ. വലിയ ടേസ്റ്റ് തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ നല്ലോണം നാരങ്ങയൊക്കെ പിഴിഞ്ഞ് അങ്ങനെ കഴിക്കണം കേട്ടോ. എനിക്ക് ഈ മീനിൻ്റെ വാലടക്കം വറക്കണ്ടുണ്ടല്ലോ, കണ്ടുകൂടാ. അപ്പം ഞാനും മോനും മീനിൻ്റെ വാലിങ്ങനെ കടിച്ച് മാറ്റിയിട്ട് ബാക്കിയൊക്കെ കഴിക്കണം. അങ്ങനെ നമ്മളിതാ ഓരോ സ്റ്റാർട്ടറും ഇതൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ പുറത്തിറങ്ങിയ നൂഡിൽസ് ബിരിയാണി അല്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ മീൽസൊക്കെ എടുക്കാറ്. ഇപ്രാവശ്യം ഞാൻ എന്ത് ചെയ്തു, നൂഡിൽസ് എടുത്തു. പിന്നെ മോളാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒന്നും കഴിക്കണില്ല. മോള് അവൾക്ക് ഇതുണ്ടല്ലോ വെജ് സാലഡ് അത് മതി എന്ന് പറഞ്ഞിട്ട് അത് കഴിക്കാനിരിക്കണം കേട്ടോ. അത് മാത്രമേ കഴിച്ചുള്ളൂ. ലാസ്റ്റ് ഒരു ഷേക്ക് ഓർഡർ ചെയ്തത് കുറച്ച് തണുപ്പായ കാരണം അതങ്ങനെ കുടിച്ചൊന്നുമില്ല, ഇത്തിരി കുടിച്ചുള്ളൂ. അങ്ങനെ മോള് പക്ഷേ അത് കഴിക്കുന്നതൊക്കെ ഛർദ്ദിക്കായിരുന്നു വഴിയിൽ. പിന്നെ വീട്ടിലെത്തിയപ്പോഴേക്കും ആൾക്ക് ഭയങ്കര ടയേർഡായി. നമ്മൾ പിന്നെ ഷോപ്പിങ്ങിനൊക്കെ പോയിപ്പോൾ അവിടെ തീരെ വയ്യ, തോളത്ത് കിടപ്പ് തന്നെയായിരുന്നു, വയ്യാണ്ട് ഭയങ്കരമായിട്ട് ക്ഷീണമായിരുന്നു. ആ രാവിലത്തെ കഴിക്കാത്തതിൻ്റെ അത്ര നേരം കുട്ടി ഒന്നും കഴിക്കാണ്ടിരുന്നില്ലേ. 11 മണി അങ്ങോട്ട് വരെ കഴിക്കാണ്ടിരുന്നു. ഇവിടെ പോയപ്പോഴൊക്കെ ഞാൻ അടുത്ത് നടക്കുമായിരുന്നു. അങ്ങനെ വീട്ടിലെത്തി ഛർദ്ദിച്ചു. എന്നിട്ട് പിന്നെ കിടന്നുറങ്ങിയപ്പോൾ നല്ല പനി. ഞാൻ അന്ന് രാത്രി തന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോണ്ടി വന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ തിരിച്ച് ഷോപ്പിംഗൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോരാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ സാറ്റർഡേയിലെ വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ സിനിമ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ, ടേക്ക് കെയർ.